നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തുന്നതൊക്കെ നന്മയ്ക്കായിട്ട് നമ്മൾ every path he is leading us is for our good. റിച്ച്മണ്ട് യൂണിയൻ ബൈബിൾ സെമിനാരിയിലെ in Bible seminar Richmond Union ഒരിക്കൽ അധ്യാപകരും കുട്ടികളും നമ്മൾ ഡിബേറ്റ് നടത്തി. There was a discussion between the teacher and the students. ഒരു കുട്ടി അധ്യാപകനോട് ഇപ്രകാരം ചോദിച്ചു. When people asked the teacher, റോമാലേഖനം 8:28 വാക്യത്തിൽ, oh sir, in Romans 8:23 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, we read it so, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, those who love the Lord, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, all according to his purpose, സകല നന്മയ്ക്കായി കൂടി everything work together for good. ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ, but I am asking you, ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, we are having accidents, അനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ, and iniquities, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ ഉണ്ടാകുമ്പോൾ, sudden deaths, ഈ വാക്യത്തെ അതേ രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുമോ? can we take this verse as it is? ഇതായിരുന്ന കുട്ടികളുടെ സംശയം. This was her doubt. അധ്യാപകൻ പ്രകാരം മറുപടി, the teacher replied, ജീവിതത്തിലെ അനുഭവങ്ങൾ അതിൽ തന്നെ നന്മയുമുണ്ട് തിന്മയുമുണ്ട്. in the experience of this life there are good and bad. നമ്മുടെ ജീവിതത്തിലെ നന്മയ്ക്കായിട്ട് ഏറ്റെടുക്കുമ്പോഴാകുന്ന ഈ വാക്യം പൂർണ്ണമാകും. when we take it for our good, this verse is fulfilled. കുട്ടികളെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് താൻ മടങ്ങി. and he told it to the students and left. അന്ന് വൈകുന്നേരം കോളേജ് അടച്ചിട്ട് തന്റെ കാറിൽ താൻ ഭാര്യയുമായി വീട്ടിലേക്ക് പോയി. and having their college ended by he in his car along with his wife, he was going to his house. വഴിയിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. in the way there was an accident. തന്റെ ഭാര്യ തൽക്ഷണം മരിച്ചു. on the spot his wife died. തലയ്ക്ക് ക്ഷതമേറ്റ് താൻ ഹോസ്പിറ്റലൈസ് ചെയ്തു. and because of a hemorrhage in her brain, she was hospitalized. ഓർമ്മ നഷ്ടപ്പെട്ടു പോയി. and her memory was lost. 2 മാസത്തോളം ബോധമില്ലാത്തവനെ താൻ ഹോസ്പിറ്റലൈസിൽ കിടന്നു. so for 2 months without memory he was in the hospital. 2 മാസങ്ങൾക്ക് ശേഷം തന്റെ ഓർമ്മ തെളിഞ്ഞു. after 2 months his memory regained. തനിക്കെല്ലാം ബോധമായി മനസ്സിലായി. everything he understood. അപ്പോൾ തന്റെ സെമിനാരിലെ പ്രിൻസിപ്പലിനെ കാണുവാൻ ആഗ്രഹിച്ചു. then he went and visited the principal of the seminary. പ്രിൻസിപ്പൽ തന്റെ അടുക്കൽ വന്നപ്പോൾ താൻ പറഞ്ഞു, the principal when he approached him, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. sir, I have to ask you. സാറിന്റെ ക്ലാസ്സിൽ ചെന്ന് കുട്ടികളോട് പറയണം, you have to tell my students. റോമാലേഖനം 8:28 വാക്യത്തിന് ഇപ്പോഴും മാറ്റമില്ല. there 8:28 no change. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, all those who love the Lord, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, called according to his purpose, സകല നന്മയ്ക്കായി കൂടി, everything works together for good. കുട്ടികൾ അത് കേട്ട് കരഞ്ഞുപോയി. that his students heard and cried. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോൾ, after 1 more month, ഈ അധ്യാപകൻ ലോകം വിട്ട് കടന്നുപോയി. the teacher also passed away. തന്റെ അടക്ക ശുശ്രൂഷ നടത്തി. in his funeral service, തന്റെ കല്ലറയിൽ ഇപ്രകാരം എഴുതി വെച്ചു, and in his tomb it was written, Romans 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർ, all those who love our God, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, who are called according to his purpose, സകല നന്മയ്ക്കായി കൂടി, everything worked together for good. എല്ലാവരും മടങ്ങിപ്പോയി. everyone returned. കാലങ്ങൾ പിന്നിട്ടു. after much time, അമേരിക്കയിൽ ലോക പ്രശസ്തനായ ഒരു സുവിശേഷകൻ, and a famous evangelist, അമേരിക്കയിലെ ഗ്രാമാന്തരങ്ങളിൽ സുവിശേഷം അറിയിച്ചു. he was preaching in all the villages of the United States. അനേക ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തി. he gained so many souls for Christ. ഒരിക്കൽ ന്യൂയോർക്കിലെ പബ്ലിക് സ്റ്റേഡിയത്തിൽ വെച്ച്, in one public stadium in New York City, താൻ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. he was conducting a meeting. അവിടെ വെച്ച് തന്റെ അനുഭവ സാക്ഷ്യം താൻ പറഞ്ഞു. he was sharing his testimony. ഞാൻ കാലത്തൊരു ഭയങ്കരമായ പാപിയായിരുന്നു. I was a horrible sinner. ഞാൻ മദ്യത്തിന് അടിമപ്പെട്ട് ജീവിച്ചു. I was addicted to liquor. ഞാൻ നിരാശപ്പെട്ട് ജീവിച്ചു. I was in discouragement. ഒടുവിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. I finally decided to commit suicide. അങ്ങനെ ഞാൻ മദ്യത്തിന് അടിമപ്പെട്ട്, and having addicted to liquor, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ കടന്നു വരുമ്പോൾ, and having decided to end up my life, ഒരു ശ്മശാനത്തിലൂടെ ഞാൻ കടന്നു. I was passing through a graveyard. ശ്മശാനത്തിലൂടെ ഞാൻ പോകുമ്പോൾ, as I was passing through that graveyard, കല്ലറയിൽ വചനം കൊത്തിവെച്ചേക്കുന്നത് in one tomb an inscription, റോമാലേഖനം 8:28, Romans 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, and all those who love our God, നിർണയപ്രകാരം and വിളിക്കപ്പെട്ടവർക്ക്, all who are called according to his purpose, സകല നന്മയ്ക്കായി കൂടി, everything works together for good. വാക്യം എന്നോട് സംസാരിക്കുന്നതായി the verse spoke to me. ഞാൻ ആ കല്ലറയുടെ അരികിലിരുന്ന് കരഞ്ഞു. I wept in the presence of that tomb. അവിടെ വെച്ച് എൻ്റെ ഹൃദയം കർത്താവിന് ഞാൻ I കൊടുത്തു. gave my life to the Lord. അവിടെ ഞാൻ തീരുമാനമെടുത്തു. I made the decision. ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കാം. now if I live, I will live for Christ. അങ്ങനെ അമേരിക്കയിൽ കർത്താവിന്റെ ശക്തിയേറിയ സുവിശേഷ പ്രവർത്തനത്തിൽ മാറി. so he became a world famous evangelist in America. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, oh dear children of God listening to me, ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട if you are passing through sufferings in this life, നന്മയ്ക്കായിട്ട് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. you must understand they are for good. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്നു. as you are partakers of the sufferings of Christ, നമ്മൾ സന്തോഷിക്കുന്നവരായി തിരുമി. we have to rejoice. ഹബക്കൂക്ക് പ്രവാചകൻ ഇപ്രകാരം പറയും, the prophet Habakkuk, 3:17 in chapter 3 verse 17, ഇസ്രായേലിന്റെ അവസ്ഥ കണ്ടിട്ട് താൻ വിലപിക്കുകയാണ്. and seeing the condition of Israel he is lamenting. എല്ലാം പ്രതികൂലമായിരിക്കും. everything is in opposition. ഹബക്കൂക്ക് ദൈവത്തെ നോക്കി പാടി. Habakkuk is crying to the Lord, കർത്താവേ, അത്തിവൃക്ഷം തളിർക്കുകയില്ല. the fig tree shall not blossom, മുന്തിരിവള്ളിയിൽ അനുഭവം the ഉണ്ടാകില്ല. vine shall not give her fruit, ഒരു വർഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി the പോകും. labor of the olive shall fail, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. the field shall give no food, ആട്ടുംകൂട്ടം തൊഴുത്തിൽ നശിക്കും.
നശിച്ചു The പോകും. cattle shall left be in the fold, ഗോശാലകളിൽ കന്നാലികൾ and ഉണ്ടാകില്ല. no sheep in the cattle field. എങ്കിലും ഞാൻ യഹോവയിൽ സന്തോഷിക്കും. Yet will I rejoice in the Lord. എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ആർപ്പിടും. I will rejoice in the God of my salvation. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട്. ആകയാൽ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, Therefore, dear people of God listening to me, ജീവിതത്തിന്റെ ഏതവസ്ഥയിലും whatever be the conditions, യേശുവിന്റെ കഷ്ടങ്ങൾ പങ്കുള്ളവരാകുന്നതോറും as we സന്തോഷിക്കുന്നു. are partakers of the sufferings of Christ, let us ഒരു rejoice. ഭക്തിയായ കവി ഇങ്ങനെ ഒരു പാട്ടെഴുതി. The devout woman wrote a song ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് in her experience, വിശ്വാസമാർഗം സ്വീകരിച്ചതിന്റെ having പേരിൽ accepted the faith life. കുടുംബത്തിൽ തന്നെ ഇറക്കി വിട്ടു. She was forsaken by her family, കിടക്കുവാൻ വീടില്ല, no place to rest her head, കഴിക്കുവാൻ ആഹാരമില്ല, no food to eat, തിരസ്കരിക്കപ്പെട്ടവളായി rejected by everyone. അനുഭവത്തോടെ അവൻ ഈ പാട്ടെഴുതി. And in her experience she wrote the song. തീനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കൂടിച്ചാലും തീനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കൂടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും എല്ലാ പ്രതികൂലമായെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവില ജീവൻ വച്ചിടൂ, ശ്വാസം വരെയോ ജീവൻ വച്ചിടും രക്ഷകന അന്ധശ്വാസം വരെയും. കടന്നു പോകേണ്ടത് As she was passing through the fiery furnace of affliction, അപ്പം തിന്നേണ്ടവൻ, eating the bread of sorrow കഷ്ടത്തിന്റെ വെള്ളം കുടിക്കേണ്ടവൻ, and drinking the water of affliction, എന്റെ ദേഹം ക്ഷയിച്ചു പോയാൽ, even if my heart and my strength fail, ഞാൻ ക്രൂശ് നോക്കി യാത്ര തുടരും. I will proceed my journey looking to the cross. യഥാർത്ഥ സന്തോഷം എവിടെ ലഭിക്കും? This is the true rejoicing. എവിടെ യഥാർത്ഥ സന്തോഷം എവിടെ Where ലഭിക്കും? can we find it? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ പങ്കുള്ളവരാകുന്നതോറും As we are partakers of the sufferings of Christ, സമയം തീർന്നുകൊണ്ട് അവസാനിപ്പിക്കും. because of the lack of time, അവസാനമായിട്ട് in the finally, ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതൽ a child of God living in this world, സന്തോഷിച്ചുല്ലസിക്കുവാൻ മറ്റൊരു കാര്യം, for him to rejoice and be exceeding glad, another reason. എന്താണ് കാരണമെന്നറിയാം? What is the reason? വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ Revelation 19, അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ in the വായിക്കുന്നു, 17th verse, നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക. rejoice and be exceeding glad. ആടിന്റെ കല്യാണം വന്നല്ലോ, The marriage of the Lamb has യേശു വരാറായി. Jesus is coming soon. അതോർക്കുമ്പോൾ സന്തോഷിക്കുമേ. And if you think these things, ദൈവം rejoice. ഇതിന്റെ പ്രത്യാശയതാകുന്നു. This is the hope of the child of God. അരിഷ്ടം നിറഞ്ഞ നമ്മുടെ ജീവിതം അവസാനിക്കാം. Our life full of miserableness. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വരാറായി. Our Redeemer is coming soon. ആകയാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കി Shall we prepare our lives? കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ട്. The signs of his appearing are coming. രാജ്യം രാജ്യത്തോട് നിൽക്കണം, Nation fighting against nation, ജാതി ജാതിയോട് നിർത്തുകൊണ്ടിരിക്കും, kingdom against kingdom, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേട്ടു, wars and rumors of wars, കള്ളപ്രവാചകന്മാർ ലോകത്തിൽ വ്യാപരിച്ചു, false prophets prevailing in the world, എങ്ങോ അസമാധാനം നെല്ലിട്ടുകൊണ്ടിരിക്കുന്നു, and people are prevailing. അത്യതളർത്തിരിക്കുന്നു. The fig tree has blossomed. യഹൂദജാതി മടങ്ങുമെന്ന് രാജ്യം The Jews have പുനഃസ്ഥാപിച്ചിരിക്കുന്നു. returned and established their nation. ആകാശത്തിന്റെ ശക്തികൾക്കിളക്കം The സംഭവിച്ചു. powers of heaven is shaking. ഇതൊക്കെ കാണുമ്പോൾ യാഥാർത്ഥ്യം When you മനസ്സിലായി. see these things, ആത്മീയ ഗോളത്തിൽ ലക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട്. in the spiritual world the signs are being seen. സുവിശേഷം മുഴു ലോകത്തിലും The പ്രസംഗിക്കുന്നു. gospel is being preached to the whole world. സാർവത്രികമായി ഉണർവൊരു ഭാഗത്ത് A നടക്കുന്നു, great worldwide revival in one place, മറുഭാഗത്ത് ദൈവജനത്തിന്റെ അവസ്ഥ, on another place, ലവോദിക്ക സഭയുടെ അവസ്ഥ. just as in the church of Laodicea, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, neither cold nor warm, ശീതോഷ്ണവാനായി a ജീവിക്കുക. state of lukewarmness. 10 കന്യകമാരെ കുറിച്ച് യേശു പറഞ്ഞു, Concerning the 10 അവർ virgins, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയി. they are left in the coming of the Lord. എന്തുകൊണ്ട് അവർ കൈവിടപ്പെട്ടു പോയി? What is the reason? അവിടെ വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നു, Because no oil in their lamp, പക്ഷെ വിളക്ക് അവർ തെളിച്ചില്ല. but they did not trim their lamps. മണവാളം വരുവാൻ താമസിക്കുന്നുവെന്ന് As കണ്ടപ്പോൾ the bridegroom tarried, അവർ ഉറക്കം പിടിച്ചു. so they slept. പലരുടെയും ജീവിതത്തിൽ അതാണ് So സംഭവിക്കുന്നത്. this is happening in many of our lives. കർത്താവിന്റെ വരവ് താമസിക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ അവർ As ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. Christ is delaying his coming, the spiritual slumber. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ്, You might have received the anointing, പക്ഷെ ആത്മാവിൽ സന്തോഷിക്കാൻ അവർക്ക് but you സാധിക്കില്ല. cannot rejoice in the spirit. അത് മാത്രമല്ല, Not only this, ദൈവസഭയിൽ അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്നു. the wickedness is bounding. ദൈവസ്നേഹ ജനത്തിന്റെ ഇടയിൽ Love of many are waxing cold. ഒരു കാലത്ത് വിശ്വാസത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ചു.
സഹിക്കും. Once we could have much sacrifice for faith. ദൈവസ്നേഹത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും. For the love of God we could have any sacrifice. ദൈവസ്നേഹമൊക്കെ വിട്ടുപോയി. But now the love of God has gone away. എന്റെ ചെറിയകാലത്ത് കൊട്ടാരക്കര സെന്ററിലെ In my younger days in Kottarakara, അമ്പലപ്പുറത്തൊരു കൊച്ചൊരു പാവപ്പെട്ട വിശ്വാസി സാക്ഷി പറഞ്ഞു. a poor believer in Ambalakara testified. തന്റെ മരണസമയത്താണ് തന്നെ കുറിച്ച് സാക്ഷി പറഞ്ഞത്. During his time of death I testified. തന്റെ വീട് കെട്ടിമേയേണ്ട അവസ്ഥയായി. So his shed had to be thatched. ചോർന്നൊലിക്കുകയാകുന്നു. The roof was leaking. സഭാഗത്തിന് സാക്ഷ്യം പറഞ്ഞു. In the assembly during Sunday he testified. നാളെ രാവിലെ 8 മണിക്ക് എന്റെ വീട് മേയുകയാണ്. Tomorrow morning 8 o'clock my house has to be thatched. എല്ലാവരും പ്രാർത്ഥിക്കണം. Everyone has to pray. അടുത്ത ദിവസമായി Next day വീട്ടുകാരൻ വീട്ടിൽ കിടന്നുറങ്ങുന്നതേ ഉള്ളൂ. the man was sleeping in the house. അപ്പോൾ വീടിന്റെ മേളിൽ അനക്കം കേൾക്കുന്നു. A sound on the rooftop. തലോടി പുറത്തേക്ക് ഇറങ്ങി. He went outside. വിശ്വാസികൾ വന്ന് ഓല ഇറക്കുകയാണ്. Someone on the knocking. അവർ മേലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. The thing that grass to thatch. മണിക്കൂറുകളുള്ള നിയമമൊക്കെ ചേർന്ന് വീട് പിരമിഡ് കെട്ടി. And they tied up the roof. അവർ ഒരുമിച്ച് സന്തോഷിച്ചു മടങ്ങി. And they rejoiced. ആദ്യകാലങ്ങളിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. This is the time in the earlier days. ഇന്ന് ദൈവസ്നേഹമൊക്കെ നഷ്ടപ്പെട്ടു. Now the love has gone away. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തും. When the Son of Man shall he find faith? വിശ്വാസത്തിന് മൂല്യച്യുതി സംഭവിക്കും. What will happen to the values of faith? ലക്ഷ്യങ്ങൾ കണ്ടുപിടിക്കും. The signs are being seen. തിരുസഭയെ അതിന്റെ തലകൾ ഉയർത്തി. Oh church, lift up your head. അരുമരക്ഷകൻ വരാറായി. Our beloved is coming. അവന്റെ കാഹള ശബ്ദം മുഴങ്ങും. His trumpet is going to sound. അവന്റെ രക്തം കൊണ്ട് വിലക്കെടുത്ത സഭയെ അവൻ ചേർത്ത് which he has purchased by his own blood, he will take it. ആ ദിവസം നിനക്കൊരു കണി പോലെ വന്ന് That day may not be a snare for you. നമ്മുടെ വീണ്ടെടുപ്പിന്റെ ദിവസങ്ങൾ അടുത്തു പോയി. The day of our redemption is drawing near. ആകയാൽ നീ സന്തോഷിച്ചുല്ലസിച്ച് മഹത്വം എടുക്കുക. Rejoice and be exceeding glad. ഇന്ന് രാത്രി എത്ര മക്കൾക്ക് സന്തോഷം. How many of you have this rejoicing? യേശു വരാറായി. My Jesus is coming soon. യേശു വരാറായി. Jesus is coming very soon. സന്തോഷമുള്ള മക്കൾ ആത്മാവിൽ സന്തോഷിച്ചു. Shall we rejoice in the spirit?